ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ. ചപ്പാത്തിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസും കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു മടക്ക് ചപ്പാത്തിയാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട മതി നമുക്ക്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മൈദ വെച്ചിട്ടുള്ള പാൽ പൊറോട്ടേൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുറച്ചും കൂടെ ഗോതമ്പിനേക്കാളും ടേസ്റ്റ് മൈദ വെച്ചിട്ടാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാനിത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ പകരം ഓയിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. പാൽ തന്നെ വേണം, ഇളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പാൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പം ഞാനിതേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത്ര സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് എടുത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പൊറോട്ടയുടെ ആ ഒരു മാവിനെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2 ആയിട്ട് മാറ്റാം. അതിനുശേഷം നമ്മളിത് പരത്തിയെടുക്കാൻ പോവുകയാണ്. നമ്മളിത് വലിയ റോളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കൗണ്ടർ ടോപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പരത്തായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്കിത് നല്ല തിന്നായിട്ട് എടുക്കണം. എത്രത്തോളം തിന്നാക്കി നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി പരത്താൻ നോക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സിംഗിളായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഈ മടക്ക് ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് വേണമെങ്കിൽ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എല്ലാം കൂടി ഒരുമിച്ച് നല്ല തിന്നാക്കി ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതേ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരുടെയും നല്ലപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ലെയറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതേ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ടാണ് ഇനി പരത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ മൊത്തമായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട. ഒരെണ്ണത്തിന് നമുക്കൊരു 6-7 പീസാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലെയറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴും നല്ല ലെയറൊക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി വലുപ്പത്തിൽ പെട്ടെന്ന് തീരണമെങ്കിൽ ഒരു 4 പീസൊക്കെ ആക്കി എടുത്താലും മതി. അപ്പം ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇനി ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയിട്ടതിന് ശേഷം ഇത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കുക. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്തതുകൊണ്ട് ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റൊന്നും ആണെന്ന് വിചാരിക്കരുത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ലതാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ ചുടുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം, കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ എണ്ണ വേണ്ടാത്തവർക്ക് ഞാനിപ്പോൾ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചുട്ടെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇത് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചുമ്മാ ചായയുടെ കൂടെ ആണെങ്കിലും നമുക്ക് ചൂടോടെ ആകുമ്പോൾ നല്ലതാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. നമ്മളിത് റോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെയറൊക്കെ നമുക്ക് ഉള്ളിൽ കിട്ടും. അതുകൊണ്ട് കഴിക്കുമ്പോഴും പ്രത്യേക ഒരു ചപ്പാത്തി കഴിക്കുന്ന ഫീൽ ആയിരിക്കില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്ത എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും ഈ ഓയിലും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ശരിക്കും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പമാണ്. അത്രയും തന്നെ സമയവും മതിയാവും. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് സ്പൂണിൽ ചെയ്യുക, എന്നാൽ അധികം കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം മാത്രം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് കൈ വെച്ച് നമുക്ക് നല്ല സോഫ്റ്റ് ആവണ വരെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആവണ വരെ കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ മതിയാവും. ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അതിന് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവണ വരെ പുഴുങ്ങി വെച്ചതാണ്. നന്നായിട്ട് നമുക്കിത് ഉടച്ചു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയെടുത്തതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് മാഗി മസാലേൻ്റെ ഒരു പാക്കറ്റാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മാഗീൻ്റെ ക്യൂബ്സ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരും നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും മസാലയൊക്കെ നല്ല പോലെ പിടിക്കണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. കാരണം നമ്മളിത് എക്സ്ട്രാ നമ്മൾ വഴറ്റിയെടുക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾ ഫില്ലിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് എന്തായി നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയി ഏകദേശം. അപ്പോൾ ഇത് നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളയാക്കിയിട്ടെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി വലുപ്പമുള്ള ഉരുള എടുക്കണം, കാരണം നമുക്ക് മസാല ഫില്ല് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇച്ചിരിയും കൂടെ വലിയൊരു ഉരുളയാക്കി എടുക്കുക. ഇതുപോലെ ക്രാക്കൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മസാലയിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മതിയാവും, കൂടുതൽ വേണ്ട. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം.
ഇതിന്ന് നമ്മൾ ഓരോ ഉരുളയാക്കിയിട്ട് എന്നിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരും. ചെറിയ ചെറിയ ഉരുളയാക്കുക. നമ്മൾ എത്ര വലുപ്പമുള്ള ചപ്പാത്തി മാവാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉരുള എടുക്കുക. ഒരുപാട് വെച്ച പൊട്ടി പോവാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വട്ടത്തിൽ പരത്തണ്ട, കാരണം നമുക്ക് മസാല ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്കിതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഒരുപാട് മാവ് എക്സ്ട്രാ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ മേലെ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കട്ട് ചെയ്യാതെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി പരത്തുമ്പോൾ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണം, കാരണം എന്തായാലും പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഉള്ളിൽ മസാല ഉള്ളതുകൊണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ പരത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കൈവച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം സൈഡിൽ നിന്നൊക്കെ പൊട്ടി വരുന്ന സമയമാകുമ്പോൾ അത് നിർത്തിയാൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ പരത്തിയിട്ട് എപ്പോഴാണോ പൊട്ടി തുടങ്ങുന്നത് അവിടെ നമ്മൾ നിർത്തണം. എന്നിട്ട് പിന്നെയും പരത്തി കഴിഞ്ഞാൽ മസാല എല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ കൈവച്ച് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യണ്ട. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. നെയ്യിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കാരണം നെയ്യുടെ നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നെയ്യ് തന്നെ ചുട്ടെടുക്കാൻ നോക്കുക. തിരിച്ചും മറിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം, കാരണം കുറച്ച് കട്ടിയുള്ളതല്ല. അപ്പോൾ വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മേളിലും കുറച്ച് നെയ്യാക്കി കൊടുക്കുക. ഇത് നമുക്ക് പ്രത്യേകം വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ, നമുക്ക് കറീൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ചപ്പാത്തി പോലെ പൊങ്ങി വരുമൊന്നുമില്ല, കാരണം നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പറാത്തയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം, അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിറയെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കറിയുടെ ഒരു ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് സാധാരണ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കഴിക്കാറുള്ളത്. നല്ല കോമ്പിനേഷനാണ് ആലു പറാത്തയും ടൊമാറ്റോ സോസും. അപ്പോൾ നിങ്ങളും അതുപോലെ കഴിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനിയാരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഗോതമ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് റവ ചേർത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് പുളിയുള്ള തൈരാകുമ്പോൾ ഭയങ്കര പുളിയായി പോവും. പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള ചേർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് തക്കാളി. ഇതെല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളി മാത്രം ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും ഈ അളവിലെടുക്കുമ്പോൾ. നമ്മളെല്ലാം ഒരേ കപ്പിൽ അളന്നാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം, ഒരു മസാല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക. ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എരിവ് മാത്രം ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി എരിവ് പറ്റില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കാരണം നമ്മൾ റവ ചേർത്തുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഒരുപാട് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെത് കറക്റ്റാണ്. ഇനി നമ്മളിതേ അപ്പച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതി.
എന്നിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം അത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും, വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കുട്ടി കുട്ടിയായിട്ട് ചെയ്യുകയാണ് നല്ലത്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് നേരം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ഉണ്ടാവുക. ചില സമയത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യുക, പക്ഷെ അത് തണുക്കുന്ന സമയത്ത് റെഡി ആയിക്കോളും. എന്ന് വിചാരിച്ച് വേവാണ്ട് എടുക്കരുത്. അഥവാ വേവ് പോരാൻ തോന്നുവാണെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ വെച്ചാൽ മതി. കാരണം ചില ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കടലമാവ് ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഒരു സവാള, ഇച്ചിരി വലിപ്പമുള്ള സവാളയാണ്, അത് നമ്മൾ ഓംലെറ്റിന് അരിയുന്ന പോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതി, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകമാണ് കൂടുതൽ നല്ലത്. അതാണെങ്കിൽ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കറക്റ്റായിട്ടൊരു കണക്ക് പറയുന്നില്ല, ഏകദേശം 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊടി എടുത്ത് അതേ ഇതിൽ തന്നെ ഒന്ന് അളന്നെടുത്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം, കട്ട ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തോട്ട്, കാണാനൊരു ലുക്കൊക്കെ വേണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെക്കണ നിർബന്ധമില്ല, നമ്മളിതിൽ റവ ചേർത്തുകൊണ്ട് അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 തവി മതി. ഒരു തവി ആകുമ്പോൾ ഒരുപാടായി പോവും. ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുപാട് ദോശ ചെയ്യുന്ന പോലെ സ്പ്രെഡാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള മാവൊക്കെ ഒന്ന് ഉണങ്ങി വരും, പിന്നെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. പടിയൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. 2 സൈഡും ഒന്ന് ക്രിസ്പിയാക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 തവണ മറച്ചിട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു തവണ തന്നെ മറച്ചിട്ടിട്ട് ക്രിസ്പിയാക്കി എടുത്താലും മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മയണൈസിൻ്റെ കൂടെ അതേപോലെ തന്നെ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ അടുത്ത തവിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് റോൾ ചെയ്ത് കൊടുത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും, ഉള്ളിൽ കെച്ചപ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കണം, കാരണം കുറച്ച് കട്ടിയിലല്ലേ ഇരിക്കണേ. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ നോക്കുക. സാധാരണ ദോശ പോലെ അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക, എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇതൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ള റെസിപ്പീസാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.